ഞങ്ങളെപ്പോലുള്ള അമ്മമാർ പ്രത്യേകം കാണണം. കുട്ടികളെ എങ്ങനെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. വളരെ നല്ല മൂവി. ലാലേട്ടൻ്റെ പറയേണ്ട കാര്യമില്ലല്ലോ. ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് സങ്കടം വന്നു. പ്രത്യേകിച്ച് അമ്മമാർ പ്രായപൂർത്തിയായ മക്കളെ വീട്ടിൽ നിർത്തിയിട്ട് പോകുമ്പോൾ ഉള്ള അതും അതൊക്കെ കണ്ട മൂവി തന്നെയാണ്. വളരെ നല്ല മൂവി. ഓക്കെ. അനശ്വര പുതിയ കുട്ടിയല്ലേ. അവരുടെ ആദ്യ സിനിമയാണ് ഞാൻ കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭാവിയുള്ള കുട്ടി. വളരെ വളരെ നന്നായിരുന്നു. ഒരു പുതിയ ആശയം പുതിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. ജിത്തു ജോസഫ് നല്ല ഡയറക്ടറാണ്. പിന്നെ മോഹൻലാലിൻ്റെ അധികം പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. നല്ല മൂവിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ അഡ്വക്കേറ്റ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ചെയ്ത പോലത്തെ ഒരു മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. വെരി നൈസ്. ഡെഫിനറ്റ്ലി എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഒരു ഡിഫറെൻറ്റ് മൂവി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും ദൃശ്യമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. കാരണം ദൃശ്യത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാവരെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് മൂവി. എല്ലാവരും കാണണം. അനശ്വര ഇസ് ടു ഗുഡ്. സൂപ്പർ. ഒന്നുമില്ല പറയാനായിട്ട്. പെർഫോമൻസ് ഇസ് റിയലി ഗുഡ്. അമേസിങ്. It's really good. It's amazing. The acting is really good and the whole team has done it really well. അതായത് ജിത്തു ജോസഫിൻ്റെ മൂവി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന തന്നെയാണ്. ഇറ്റ്സ് എ ഡ്രാമ എന്ന് പറഞ്ഞാലും the fans get their peaks and it's really amazing. അവർ ഫുൾ ചെയ്തിരുന്നു ഫസ്റ്റ് ഹാഫ് മുതൽ ലാസ്റ്റ് ഹാഫ് വരെ. I'm not revealing anything about the story, പക്ഷേ സ്ട്രോങ് സോഷ്യൽ മെസ്സേജസ്, അമേസിങ് സൗണ്ട് സ്കോർ. ഗൈസ്, 9 സ്റ്റാർ 10 സ്റ്റാർ സൗണ്ട് സ്കോർ ഞാൻ പറയും. സ്റ്റോറി ഈസ് 6 സ്റ്റാർ വരെ ഉള്ളൂ, പക്ഷേ 7-8 വരും. അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ, സൗണ്ട് ട്രാക്ക് ആൻഡ് the satisfaction you get from Jittu Joseph movie, it's definitely there. It's 100%. ലാൽ സാറിനെ കുറേ നാളിന് ശേഷം തിയേറ്ററിൽ കണ്ടുവെച്ച് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ്. ഞാനൊരു ഹാർഡ് കോർ ലാൽ സാറിൻ്റെ ഫാനാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. ആ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് നമ്മുടെ രോമം വരെ എഴുന്നേച്ച് നിൽക്കും. അത് എക്സ്പ്രസ് ആക്കുന്നില്ല, കണ്ണ് നിറഞ്ഞു പോയി. മനസ്സിന് എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കാസ്റ്റിംഗ്, കറക്റ്റ് സ്ക്രിപ്റ്റ്, എല്ലാ സാധനങ്ങളും. പക്ഷേ ലാൽ സാറ് ഒന്നും പറയില്ല. ഹീസ് ബിയോണ്ട് എക്സ്പെക്റ്റേഷൻ. അത് വേറൊരു യൂണിവേഴ്സാണ് ലാൽ സാർ. എല്ലാവർക്കും, ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും പറ്റാം. ഇത് പ്രത്യേകിച്ച് പർട്ടിക്കുലർ ഒരാളെ മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാവും ഇത് നടക്കുന്നൊരു സംഭവം തന്നെയാണ്. ഈ ആസ് പെർ ദ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഒരു നല്ല ഗംഭീര സിനിമയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയില്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണാം കേട്ടോ. ഗംഭീര സിനിമ. അതല്ലേ ഏറ്റവും നല്ലത്. കാരണം സിനിമയ്ക്ക് ഓവർ ഹൈപ്പായിട്ട് വന്നേച്ച് ഇപ്പം നിങ്ങളെ പ്രേക്ഷകരെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെടുക്കുകയോ പോരാ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പ്രൊമോഷൻ അധികം കൊടുക്കാതെ ഇങ്ങനെ തന്നെ വന്ന് ഗംഭീര ഹിറ്റ് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലാൽ സാറിനെ കണ്ട് കണ്ണ് നിറഞ്ഞു, ഒന്നും പറയില്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. സോ എക്സൈറ്റഡ്. നേരുന്ന സിനിമയിലൂടെ ലാലേട്ടൻ തിരിച്ചു വന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ലാലേട്ടൻ തിരിച്ചു വരാൻ എവിടെയും പോയിട്ടില്ല. ബിക്കോസ് ഈസ് എ ബോൺ ആക്ടർ, കംപ്ലീറ്റ് ആക്ടർ എന്ന് മലയാളികൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഒന്നൊന്നര നടൻ തന്നെയാണ്. നേരുന്ന സിനിമ ഇമോഷണൽ ഡ്രാമ എന്നൊരു ടാഗ് ലൈനിലാണ് ജിത്തു ജോസഫ് പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ ഇതൊരു ഇമോഷണൽ ഡ്രാമ ഒന്നുമല്ല. ദൃശ്യം പോലെയൊക്കെ തന്നെ സീറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉള്ള നല്ല കിഡിലൻ മേക്കിംഗ് ഫിലിമാണ്. അപ്പോൾ നമ്മളിതൊരു പക്ക ഫാമിലി എൻ്റർടൈനറാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സിദ്ദിഖയുടെ അഭിനയം. അതുപോലെ അനശ്വര രാജൻ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അനശ്വരയൊക്കെ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ് ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുള്ളത്. മോഹൻലാൽ എന്ന് നമ്മളൊരു വക്കീലായിട്ട് തകർത്താടി, നിറഞ്ഞാടി എന്ന് തന്നെ പറയാം. ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ലാലേട്ടനൊന്നും ഹലോലൊക്കെ വക്കീൽ വേഷമാണെങ്കിലും ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ക്യാരക്ടറായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് പടം സ്റ്റാർട്ട് ചെയ്ത പോലെ എൻഡിങ് വരെ അദ്ദേഹം ഒരു വക്കീലായിട്ട് നിറഞ്ഞാടുകയാണ്. അഡ്വക്കേറ്റ്സ് ഒക്കെ കാണേണ്ട സിനിമ. അഡ്വക്കേറ്റ്സ് മാത്രമല്ല, കേരളത്തിലെ സ്ത്രീ സമൂഹം കാണേണ്ട ഒരു ചിത്രമാണ് നേര്. ലാലേട്ടൻ്റെ ജിത്തു ജോസഫിൻ്റെ മാജിക് ഐറ്റം എന്ന് തന്നെ പറയാം. കാരണം ഇതൊരു കോർട്ട് ഡ്രാമ ത്രില്ലർ ബേസ്ഡ് സ്റ്റോറിയാണ്. അപ്പം പ്രേക്ഷകരെ പിടിച്ചിരുന്ന കുറേ എലമെൻറ്റ്സ് പടത്തിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സൊസൈറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നിർഭയ പോലുള്ള ഡൽഹിയിലെ കേസുകളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലൊരു കേസാണ് ഇതിൽ ഡിസ്കസ് ചെയ്യണത്. ലാലേട്ടൻ്റെ ആയിട്ടുള്ള കുറേ മാനറിസങ്ങൾ, സ്റ്റൈലുകളൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ പ്രിയാമണി ആണെങ്കിലും ഗണേഷ് ആണെങ്കിലും എക്സ്പെഷ്യലി എടുത്തു പറഞ്ഞ സിദ്ദിഖിൻ്റെ അസാധ്യ പെർഫോമൻസ് ആണ്. കാരണം ഒരു ഹിറ്റ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് സിദ്ദിഖ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ എടുത്തു പറയണത് പ്രേക്ഷകർക്ക്, എക്സ്പെഷ്യലി കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് മസ്റ്റായിട്ട് കാണേണ്ട പടമാണ്. കാരണം ഇതുപോലെ ഇരയ്ക്ക് നീതി കിട്ടാത്ത ഒരുപാട് കേസുകൾ ഇന്ത്യയിലുണ്ട്. അവരുടെ അവസാന പ്രതീക്ഷയാണ് കോടതി എന്ന് പറയുന്നത്. ഈ പടത്തിലൂടെ അത് കാണിച്ചു തരുന്നുണ്ട്. നല്ല പടം, തിയേറ്റർ വാച്ചുള്ള സിനിമ തന്നെയാണ്.